ഞാൻ ഓർത്തു ഞാൻ ഈ വെബ് സീരീസിലാണല്ലേ അഭിനയിക്കുന്നത്. സീരിയസ്ലി ഞാൻ രാഹുലിനെ കുറിച്ച് പറഞ്ഞു, രാഹുൽ ഇത് കൊള്ളാലോ. ഷൂട്ട് തുടങ്ങിയിട്ട് 4 ദിവസം കഴിഞ്ഞ് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇത് അടിപൊളി പരിപാടിയാട്ടോ. അത് ഇപ്പം പറയുന്നത് എന്താ? അല്ല ഞാൻ ഇപ്പഴാ വായിച്ചേ. ചില സീനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ചു. എന്നിട്ട് ഞാൻ മമ്മിയുടെ ഞാൻ എപ്പോഴേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ ഞാൻ ഓക്കെ ഡിസ്കസ് ചെയ്ത് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മമ്മിയോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ പറയുള്ളൂ. ഇത് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മമ്മി ഞാൻ ഇന്നൊരു സംഭവം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 1-2 എനിക്കിഷ്ടപ്പെട്ട ഫണ്ണി ആയിട്ട് തോന്നി 1-2 സീനൊക്കെ പിന്നെ ഞാൻ മമ്മീനെ പറഞ്ഞു കേൾപ്പിച്ചു. മമ്മി പറഞ്ഞു ഇത് സീനായിട്ടൊക്കെ വരുമ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ നറേഷൻ സ്കില്ല് അത്രയും നല്ലതല്ലായിരുന്നു. അപ്പം ഞാൻ സൈജാൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് സൈജാനെ വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കും എല്ലാം കഴിഞ്ഞ് അതിനകത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ വന്ന് കഥ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് സൈജാന് എന്നിട്ട് രാവിലെ ഇങ്ങനെ നോക്കി ഇവൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. ഇവരൊക്കെ എഴുതിയിട്ട് പറയും, വിളിച്ചിട്ട് പറയും ഇതിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ നമുക്ക് ആണോ, പക്ഷെ അത് ഞാൻ ചെയ്യും. മിയയുടെ സജഷനിൽ എൻ്റെ ഷോട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഡയലോഗ് തെറ്റിച്ചാണ് അതിന് മുമ്പേ. അപ്പം മിയയുടെ മുഖത്തൊരു ഇങ്ങനെ പുച്ഛല്ല എന്ന് വെച്ചാൽ ഞാൻ തെറ്റിക്കുന്നുള്ളൊരു ചിരിയുണ്ടല്ലോ അതിന്റെ മുമ്പത്തെ ഞാൻ പറഞ്ഞ അത് നോട്ടീസ് ചെയ്തിട്ട് കാണുന്നില്ലെന്നായിരുന്നു വിചാരം. സീൻ തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടൻ എന്നോട് പറഞ്ഞു എൻ്റെ ഇതുവരെയുള്ള കരിയർ ബെസ്റ്റ് 21 ടേക്കാണ്, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. 22ാമത്തെ ടേക്കായപ്പോൾ എല്ലാവരും കൈയടിച്ചു. Hello and welcome everybody to the show. In Focus we have team Jay Mahendran. അപ്പോൾ മഹേന്ദ്രൻ സാറാണ് നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ തന്നെ സൈജു ഏട്ടൻ ആൻഡ് മിയ, ആനന്ദ് ആൻഡ് ദ ഡയറക്ടർ ശ്രീകാന്ത്. അപ്പം മഹേന്ദ്രൻ സാറിനോട് ഞാൻ ചോദിക്കട്ടെ, ഒരു ഡെപ്യൂട്ടി തെഹസിൽദാരുടെ റോളാണ് പ്ലേ ചെയ്യുന്നത്, അതും എന്താ ക്യാരക്ടറിസ്റ്റിക് പെരും കള്ളൻ സ്റ്റൈലിൽ മിയ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ ആ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയപ്പോൾ? സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കൈ കിട്ടിയപ്പോഴത്തേക്കും ഞാനത് വായിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞു. എന്നോട് ഇവർ കഥയാണ് പറഞ്ഞത്. കഥ ഭയങ്കര ഒരു എൻ്റർടൈനിങ് കഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അന്ന് രാഹുലാണ് എൻ്റെ റൈറ്റർ. He produced this web series, he wrote the web series and he has acted in this web series. ഒരു മെയിൻ ക്യാരക്ടർ നമ്മുടെ താലൂക്ക് ഓഫീസിലെ ഒരു UDC ശിങ്കടിയല്ല. സോ ഹീ ലുക്സ് അപ്പോൺ മീ ലൈക്ക് ഒരു ഐഡലിനെ പോലെയാണ് ഞാൻ. അതായത് ഈ ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്നത് ശരിക്ക് ബാലു പറയുന്നൊരു സംഭവമാണ്. എൻ്റെ അടുക്ക എല്ലാ കാര്യത്തിനും ഒരു ഇതുണ്ട്, ഒരു പോംവഴിയുണ്ട്. എൻ്റെ അടുക്കൽ നിന്ന് അഡ്വൈസ് എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് രാഹുലിൻ്റെ. സോ രാഹുൽ നരേറ്റഡ് ദ സ്ക്രിപ്റ്റ്. ശ്രീകുട്ടനും ഉണ്ടായിരുന്നു. ശ്രീകാന്തിനെ നമ്മൾ സ്നേഹത്തോടെ ശ്രീകുട്ടാന്നാണ്. അപ്പം ഷൂട്ട് തുടങ്ങി, കൊല്ലത്ത് നമ്മൾ ഷൂട്ട് തുടങ്ങി. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മലയാളം റീഡിങ് കുറച്ച് സ്ലോ ആയത് കാരണം ഞാൻ കുറേ സമയം എടുക്കും എനിക്കിത് വായിക്കാൻ. പക്ഷേ എനിക്ക് ഈ ടീമിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം ശ്രീകുട്ടനായാൽ ഡാഗിനി എന്ന് പറഞ്ഞൊരു പടമാണ് ഞാൻ രാഹുൽ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചത്. അപ്പം അന്ന് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കുന്ന AD ആണ് ശ്രീകുട്ടൻ. ഈ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ആൾ AD എന്നുള്ളത് അറിയാം, പക്ഷേ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റിയാണ് നോക്കുന്നത്. ഫിലിം മേക്കിങ്ങിൽ എന്തായിരിക്കും ഇവരുടെ പരിപാടി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഷോ റണ്ണർ എന്ന് പറയുന്നത് രാഹുൽ റിജി നായരാണ്. രാഹുലിൻ്റെ ഒരു സെലക്റ്റഡ് ടീമുണ്ട്. എപ്പോഴും രാഹുലിൻ്റെ കൂടെയുള്ള ടീം അതിലൊരു അംഗമാണ്. ഹാൻഡ് പിക്ഡ് ആണ് ഡെഫിനറ്റ്ലി. അപ്പോൾ രാഹുൽ എത്രമാത്രം വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിന് അത് ഏൽപ്പിക്കാൻ അല്ലേ. അപ്പം ആ ഒരു വിശ്വാസമായിരുന്നു. പിന്നെ ആസ് എ പേഴ്സൺ എനിക്ക് ശ്രീകുട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് രാഹുലിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് ജെല്ലി ചെയ്യുന്നൊരു ടീമാണ്. ഒരു 2 ദിവസത്തിന് ശേഷം എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ഞാൻ ഇതിരുന്ന് വായിക്കുന്നത്. കുറച്ച് സമയമല്ല, കുറച്ച് കൂടുതൽ സമയം കിട്ടി. ഒരു 8 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ വായിച്ചത്. സാധാരണ ഇതിൽ 2 മണിക്കൂറിൽ നമ്മുടെ അല്ലേ ശരിക്ക് സ്പീഡിൽ വായിക്കാൻ അറിയാവുന്നവർക്ക് 2 മണിക്കൂർ എടുക്കുകയുള്ളൂ. ഞാൻ ഓർത്തു ഞാൻ ഈ വെബ് സീരീസിലാണല്ലേ അഭിനയിക്കുന്നത്. സീരിയസ്ലി ഞാൻ രാഹുലിനെ കുറിച്ച് പറഞ്ഞു, രാഹുൽ ഇത് കൊള്ളാലോ. ഷൂട്ട് തുടങ്ങിയിട്ട് 4 ദിവസം കഴിഞ്ഞ് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇത് അടിപൊളി പരിപാടിയാട്ടോ. അത് ഇപ്പം പറയുന്നത് എന്താ? ഞാൻ ഇപ്പഴാ വായിച്ചേ. അല്ല ഞാൻ ഒരു കാര്യം നമ്മുടെ വ്യൂവേഴ്സിനോട് പറയട്ടെ. ഞാൻ ഇതിന്റെ നേരത്തെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിരുന്നു. 3-4 എപ്പിസോഡ്
നോട്ട്സ് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഞാൻ മിയോട് ചോദിക്കട്ടെ, മിയുടെ ക്യാരക്ടർ എന്ന് ശരിക്കും പറഞ്ഞാൽ പോലാർ ഓപ്പോസിറ്റ് ആണ്. അതെ. അതായത് ഇങ്ങനെ എത്ര കള്ളനാണോ, അതായത് ഞാൻ താങ്കളെക്കുറിച്ചല്ല പറയുന്നത്, Personally അല്ല കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നത്. No, but one thing I would like to add, sorry to interrupt. You will never hate this character. അതെ അതെ. You will love this character. ഇയാള് ഇപ്പോൾ നമ്മൾ തമാശയ്ക്ക് അല്ലെങ്കിൽ കൊഞ്ചിച്ചൊക്കെ കള്ളെന്ന് പറയാറുണ്ട്. ഇവൻ കള്ളനാണ്, അങ്ങനെയും പറയാറുണ്ട്. കള്ളന് ഒരു കുറുമ്പുള്ള കള്ളത്തരമാണ്. ഈ കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഇയാളൊരു ചെറിയ ഗ്രേഷ്യഡ് ഉണ്ട് ഇയാൾക്ക്. കുറച്ച് മാനിപ്പുലേറ്റീവ് ആണ് ഇയാൾ. കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയുള്ള കള്ളത്തരം. ഒരു കള്ളത്തരമുണ്ട്, പക്ഷേ ഒരാളെ ഹാം ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് കള്ളത്തരമല്ല. അതെ, പ്ലീസ്. അപ്പൊ നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഗംഭീരമായിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ ഇദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കുന്ന എന്നാൽ റിയാക്ട് ചെയ്യാത്ത ഒരു ഭാര്യയും കൂടിയാണ്. ഈ ഒരു കഥാപാത്രത്തിനെ എങ്ങനെയാണ് മിയ കണ്ടത് ആദ്യം ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും? കഥ ഞാൻ ഈ പ്രൊജക്ടിനെ കുറിച്ച്, ജയ് മഹീന്ദ്രനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഓൾറെഡി ഫുൾ ടീം സെറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. അപ്പോൾ കേട്ടു, രാഹുൽ ചേട്ടനാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഫോണിൽ എൻ്റെ ക്യാരക്ടറും ഇതിൻ്റെ ഈ ഫുൾ സീരീസിൻ്റെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ ഫുൾ നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ അയച്ച് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സീൻസ് മാത്രമായിട്ടാണ് തോന്നുന്നു അയച്ചു. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ എനിക്ക് അയച്ചു കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചില സീനൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ചു. എന്നിട്ട് ഞാൻ മമ്മിയുടെ ഞാനപ്പോഴേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ ഞാൻ ഓക്കെ ഡിസ്കസ് ചെയ്ത് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മമ്മിയോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ പറയുള്ളൂ. ഇത് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മമ്മി ഞാൻ ഇന്നൊരു സംഭവം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് എനിക്കിഷ്ടപ്പെട്ട ഫണ്ണി ആയിട്ട് തോന്നി ഒന്ന് രണ്ട് സീനൊക്കെ പിന്നെ ഞാൻ മമ്മീനെ പറഞ്ഞു കേൾപ്പിച്ചു. മമ്മി പറഞ്ഞു ഇത് സീനായിട്ടൊക്കെ വരുമ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ എന്താ പറയുന്നത്, കേട്ട പാടെ ഞാൻ ഓക്കെ പറഞ്ഞൊരു പ്രൊജക്റ്റാണിത്. പിന്നെ ഇതിലെ ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് തന്നെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ സെറ്റാണല്ലോ, ഞങ്ങൾ ആക്ച്വലി നല്ല കോംബോ ആണല്ലോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും ഒരു നോട്ടത്തിലാണെങ്കിൽ പോലും ഹസ്ബൻഡിൻ്റെ കള്ളത്തരം എന്തോ ഉണ്ട് എന്നുള്ളത് മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു ഭാര്യയാണ്. അപ്പോൾ എനിക്കിഷ്ടമായി ആക്ച്വലി ഈ ഒരു എൻ്റെ ക്യാരക്ടറൈസേഷൻ, അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതും ഞങ്ങൾ തമ്മിലാണ് കൂടുതൽ സീൻസ് ഉള്ളതൊക്കെ. അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. യുവർ കെമിസ്ട്രി ഹാസ് ആബ്സല്യൂട്ട്ലി വർക്ക്ഡ് ഔട്ട്. ഞാൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പോട്ടെ. ശ്രീകാന്ത് ഇതിനകത്ത് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഒരു USP എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് കൂ തന്നെയാണ്. കാരണം വലിയ വലിയ പേരുകളുണ്ട്. സുഹാസിനി മാഡം ഉണ്ട്, ആനന്ദ് ഉണ്ട്, വി ഹാവ് എ ഫാന്റാസ്റ്റിക് രാഹുൽ ഉണ്ട്. രാഹുലിന്റെ മെയിൻ ഒരു റോളാണ്. പിന്നെ ഞാൻ ആരൊക്കെയാണ് മിസ് ചെയ്തിരിക്കുന്നത്? സിദ്ധാർത്ഥ് ശിവ, സുരേഷ് ചേട്ടൻ, മണിമല രാജേട്ടൻ, സുരേഷ് കൃഷ്ണ അല്ലേ? It's a wide array of actors that you have. And there are a lot of other actors who are relatively new. ചേച്ചി ഉണ്ട്, ജോണി ആന്റണി ഉണ്ട്. ജോണി ആന്റണിയാണ്. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? ഇവരെയൊക്കെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നോ? പ്രയാസം ഉണ്ടായിരുന്നു. എവിടെയാണ് ഏറ്റവും പെട്ടത് കൺവിൻസ് ചെയ്യാൻ? പെട്ടതല്ല, ഞാൻ എൻ്റെ സ്ട്രഗിൾ ചെയ്തത് സഹിച്ചോണ്ട് വന്ന് കഥ പറഞ്ഞപ്പോഴാണ്. കാരണം എൻ്റെ നറേഷൻ സ്കില്ല് അത്രയും നല്ലതല്ലായിരുന്നു. അപ്പം ഞാൻ സൈജൻ ഓർമ്മയുണ്ടോയെന്നറിയില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് സൈജണ്ണെ വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കും എല്ലാം കഴിഞ്ഞ് അതിനകത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ വന്ന് കഥ പറയുന്നത്. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് സൈജണ്ണ് എന്നിട്ട് രാവിലെ തന്നെ ഇങ്ങനെ നോക്കി, ഇവൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പം സൈച്ചേട്ടനോട് പറയുന്നത് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരോടും ഇങ്ങനെ പയ്യെ പറഞ്ഞ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പിക്ക് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഇന്റർവ്യൂസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര പ്രോ ആവുമെന്ന് പറയുന്ന പോലെ അല്ലേ? അതെ. അതുപോലെ സുഹാസിനി മാമിനെയോ എങ്ങനെയാണ്? സുഹാസിനി മാം കോളിലായിരുന്നു, നമ്മൾ സൂം കോളായിരുന്നു. സുഹാസിനി മാം മലയാളം വായിക്കാനില്ല, അപ്പം കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പം മാമിൻ്റെ കഥയിൽ ഏത് പോർഷനിലാണ് മാം വരുന്നത്, ക്യാരക്ടർ വരുന്നത്, അവിടെ നിന്ന് എങ്ങോട്ട് ക്യാരക്ടറിൻ്റെ ജേണി എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ മാം ഇമീഡിയറ്റ്ലി ഞാനിത് ചെയ്യാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇത് ഇങ്ങനത്തെ കുറേ കണ്ടിട്ട് കുറച്ച് നാളായി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഭയങ്കര ആശ്വാസമായിരുന്നു. സുഹാസിനി മാമിനെ പോലെ ഒരാൾ ഇത് ചെയ്യാം എന്ന് പറയുന്നൊരു, എന്നെക്കുറിച്ച് എന്താ ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ്, ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മാം പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം. ഈ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും വന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പതിയും. ലൈക്ക് എനിക്ക് പേര് ഞാൻ പെട്ടെന്ന് എനിക്ക് രജിസ്റ്റർ ആണ്, പ്രജാസ്. ഒരു ഡയലോഗിലൂടെയാണ് ആ കഥാപാത്രം എസ്റ്റാബ്ലിഷ് ആവുന്നതും നമ്മുടെ മനസ്സിൽ പതിയുന്നതും. ഇതിനകത്ത് ഡയലോഗിന് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഭയങ്കര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ആക്ച്വലി ഇത് 2019 നമ്മൾ എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് രാഹുലേട്ടൻ എഴുതിയതാണ്.
അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ആനന്ദൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ രാഹുലേൻ്റെ ഫ്ലാറ്റിൽ കൂടിയിട്ട് ഇത് ജസ്റ്റ് ആക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരിക്കൽ. കാരണം ഇത് നമ്മൾ ആ സമയത്ത് ഒരു പ്രൊജക്റ്റായിട്ട് ഇത് ഓണാവാൻ സാധ്യതയുണ്ടെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം അന്ന് ഇത് നമ്മൾ ആക്ട് ചെയ്ത് നോക്കിയപ്പോൾ വന്ന കുറേ ലൈക്ക് കോൺവെർസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ ADസും ഡയറക്ഷൻ ടീം എല്ലാം ഇരുന്ന് ഇത് സംസാരിച്ചു, ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ആഡ് ചെയ്ത കുറേ സാധനങ്ങളും എല്ലാം കൂടെ. പിന്നെ ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളതാണ് പ്രൊജക്റ്റായിട്ട് ചെയ്ത് രഞ്ജിത് ശേഖറാണ്, ആനന്ദ് മന്മഥനുണ്ട്, അമിത് മോഹനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വന്ന്, പിന്നെ ബാക്കിയെല്ലാം സീസൺഡ് ആക്ടേഴ്സാണ്. ഇവരെല്ലാവരും വന്നിട്ട് ഇവർ ചെറിയ ആഡ് ചെയ്യുന്നു, ചെറിയൊരു മൂളലും അല്ലെങ്കിൽ ഒരു ഡയലോഗും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ആലോചിക്കും, സഹിച്ചേട്ടൻ ചില സാധനങ്ങൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ മീ ആണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മൾ ആലോചിച്ചില്ലല്ലോ, ഇത് ഇത്രയും ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് നമ്മളിത് ആലോചിച്ചില്ലായിരുന്നല്ലോ, ഈ ക്യാരക്ടർ ഇങ്ങനെ പറയാമല്ലോ. ആനന്ദ് ഈ ഇലക്ട്രിസിറ്റി ബില്ലും കൊണ്ട് വരുന്ന സീനുണ്ടല്ലോ, എനിക്കത് ഭയങ്കര, അത് ശരിക്കും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. പൈസ 2 മാസം കൊടുത്തു, ഇനി 3-ാമത്തെ മാസം എന്നെ കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു ലൈനിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിലർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് അവിടെ തന്നെ എന്നിട്ട് വർക്ക് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഐ ഹാവ് ലുക്ഡ് അപ്പ് ഓൺ ദ നെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ലുക്ഡ് അപ്പ് ഓൺ ദ നെറ്റ്. ഇത് ആരാണ്? ജയജയയെ അതിനു മുമ്പ് മറ്റേ ഓൾട്ടോ. സോ ഹൗ വാസ് ദിസ് റോൾ ഫോർ യു? ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കണ്ടത്? ഇത് ക്യാരക്ടറിനെ എങ്ങനെ കണ്ടെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ക്യാരക്ടറിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞ. സെറ്റ് എന്നെ ആദ്യം വിളിച്ചത് വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എനിക്ക് അപ്പൊ വേറൊരു ഷൂട്ടുണ്ട്, ഡേറ്റിന്റെ പ്രശ്നം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ റോളിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ വിളിച്ചു, പോയി. അവിടെ എത്തിയപ്പോഴാണ് ഇതാണ് ക്യാരക്ടർ, ഒരു വില്ലേജ് ഓഫീസറാണ് ബാബു എന്ന് പറഞ്ഞത്. എനിക്ക് ആകെ കുറച്ച് സീൻസേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒക്കെ 2-3 സാധനങ്ങൾ അഡീഷൻ ആഡ് ചെയ്തു. നമ്മളെ കൂടെ ഇരുന്ന ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ചില പോസസൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മാനേജ് ചെയ്യണം. അതൊക്കെ നല്ല രസമായിരുന്നു. അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത സീനായിരുന്നു അത് രണ്ടും. പണ്ടേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു ഗ്യാങ്ങല്ലേ. പിന്നെ എൻ്റെ 2ാമത്തെ പടത്തിൽ പുള്ളി അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്, ഹിമാലയത്തിൽ കശ്മീർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബന്ധമുണ്ട്. അപ്പോൾ നമ്മളൊരു റാപ്പുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പുതുമുഖമൊന്നുമല്ല, പുള്ളി ആക്ടറാണ്. പുള്ളി കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നതിലും ഒരു ആക്ടറിൻ്റെ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നല്ല രസവും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ആദ്യം തന്നൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പേടിയൊക്കെ ഉള്ള, എല്ലാത്തിനും ഭയങ്കര ടെൻഷനുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാത്തിനും 100 സംശയമുണ്ട്. ആ സംശയങ്ങളായിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും. അപ്പോൾ പുള്ളി ഒരു പാവമാണ് ആക്ച്വലി, പക്ഷെ ഒരു 100 സംശയമുണ്ട്. മഹേന്ദ്രൻ്റെ അടുത്ത് എല്ലാ സംശയങ്ങളും വന്ന് ഇതെന്ത് ചെയ്യണം, സാറേ ഉള്ളു എനിക്ക് രക്ഷ, നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന പോലെ വരുന്നൊരു ക്യാരക്ടർ. പിന്നെ എനിക്ക് ആത്മഹത്യയുള്ളൂ എന്ന് പറയുന്ന സീനിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അതെ, 1/4 പേജ് ഡയലോഗാണ് രാഹുൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഗവൺമെന്റ് ഭാഷ, അതായത് ടിയാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഭാഷയില്ലേ ഈ. പിന്നെ കുറേ സർട്ടിഫിക്കറ്റിൻ്റെ പേരുണ്ട്, അതൊക്കെ മലയാളം നമ്മൾ നോർമൽ ഓഫീസുകളിൽ, താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട് ഓഫീസേഴ്സ് തമ്മിൽ. കാരണം അതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അത് അങ്ങനെ തന്നെ അതാണ്ട് പേര് അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പഠിച്ച് പറയണം. അപ്പോൾ ചേട്ടാ ചോദിക്കും, ഞാൻ ഇത് ഇംഗ്ലീഷ് പറയട്ടെ. ചേട്ടാ പറ്റില്ല, ഇംഗ്ലീഷ് കേരളത്തിലാരും ഇംഗ്ലീഷിൽ പറയില്ല. ശ്രീകുട്ടൻ ഇത് ഒറ്റ ഷോട്ടിൽ എടുക്കുന്നത്, ഒറ്റ ഷോട്ടിൽ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ തലേദിവസം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആസ് ആക്ടേഴ്സ് നമ്മളെന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ അത് എൻ്റർടൈനിങ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ 2 ഡയലോഗും കൂടെ ആഡ് ചെയ്ത് ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുൽ ഞാൻ റൈറ്റർ രാഹുലാണല്ലോ, അപ്പോൾ ആദ്യം അവിടെ നിന്ന് വേണം പ്രോട്ടോകോൾ അനുസരിച്ച് അവിടെ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് ഡയറക്ടറിലേക്ക് എത്തണം. അപ്പം നമ്മുടെ ഹോട്ടലിൽ വെച്ച് ഞാൻ രാഹുലിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു 2 സാധനം ആഡ് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമുണ്ടോ? അത് അപ്പം അന്ന് ആലോചിച്ചിട്ട് ഇല്ല കുഴപ്പമില്ല കേട്ടോ, അത് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ പറയാൻ പറ്റുന്നില്ല, പുള്ളി എഴുതിയത്. അപ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ 2 കയറ്റിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് സുഹാസിനി ചേച്ചിയൊക്കെ പറയുന്ന ഒരു ഡയലോഗാണ്, യു വോണ്ട് ബിലീവ് 27 ടേക്ക് എടുത്തു എന്ന് വെച്ചാൽ അത് നമ്മളൊരു മോണോലോഗ് പോലെ പറയുന്നൊരു സാധനമാണ്. ഓക്കെ, അത് നിർത്താണ്ടിങ്ങനെ പറയണം. എനിക്കിത് കിട്ടുന്നില്ല. ഞാൻ ആക്ച്വലി പഠിച്ചിട്ടുണ്ട്, ഞാൻ ബ്രേക്കിലിരുന്ന് മൊത്തം ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ ചെന്നിട്ടത് പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു മുഷിപ്പാവുമല്ലോ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഇതുവരെയുള്ള കരിയർ ബെസ്റ്റ് 21 ടേക്കാണ്, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. 22ാമത്തെ ടേക്ക് ആയപ്പോൾ എല്ലാവരും കൈയടിച്ചു.
ഒരു ഫുൾ ഡേ പോയി കാണുമല്ലോ ഇതിനു വേണ്ടി. ഇല്ല ഫുൾ ഡേ ഒന്നുമില്ല, എനിക്കതൊരു 45 മിനിറ്റ്സ് നമ്മൾ 27 ടേക്ക്. അടിപൊളി. അത് തന്നെ വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. അതാണ് അല്ല ഈ വലിയ ഡയലോഗിന്റെ അവസാനം തെറ്റിച്ചാലല്ലേ നമുക്ക് കൂടുതൽ സമയം പോകും. ഇത് ആദ്യം തെറ്റിക്കും. അതുകൊണ്ട് പെട്ടെന്ന് സമയം പോവാതെ ടേക്കുകൾ സമയം പോവാതെ ബാക്കി പിന്നെ ഡബിങ്ങിനാണ്. ആ സീൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. അതെ ഡബിങ്ങിനും കുറച്ച് കഷ്ടപ്പെട്ടു. ബിക്കോസ് വി ആർ നോട്ട് യൂസ് ടു ദിസ് എന്താണ് ഭയങ്കര ഭയങ്കര മലയാളം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ തണ്ടപ്പേര് പോലത്തെ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു കൈവശാവകാശ തണ്ടപ്പേര് സംതിങ് റിലേറ്റഡ് ടു ദിസ് ഡോക്യുമെന്റ്, നമ്മുടെ ഈ പഴയ ലാൻഡിന്റെ ഡോക്യുമെന്റ്സ് ഇല്ലേ, അപ്പൊ അതിലൊക്കെ വരുന്ന ഒരു ഇതാണ്. ആധാരത്തിൽ വരുന്ന ഒരു വാക്കാണ്. ഈ ആധാരം വായിക്കുമ്പോ അതിന് വേറൊരു ഭാഷയല്ലേ, മലയാളം തന്നെ ആണെങ്കിൽ പോലും അതിന് വേറൊരു ഭാഷയല്ല. അല്ല അത് വായിക്കാൻ പോലും അത് കാണാപ്പാടം സത്യം അത് കാണാപ്പാടം പഠിച്ച് ആ ഒരു 1.5 പേജ് ഡയലോഗ്, അയ്യോ അത് പിന്നെ ഈ ചേട്ടന്റെ അവസ്ഥ മിക്കവാറും എന്റെ ഐഡിയയിൽ പോയി. ഈ ആഡ് ചെയ്ത 2 ലൈൻ എന്തായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ട് ഞാൻ പറയാം, ഞാൻ മെസ്സേജ് അയക്കാം. അതായിരുന്നു അല്ല അത്രയും തലമുകഞ്ഞ് ആലോചിച്ച് 2 ഡയലോഗ് അടിക്കണമെങ്കിൽ അല്ല തലപോലൊന്നുമല്ല, മാറ്റർ അത് തന്നെ, പക്ഷെ ഡിഫറെന്റ്. അതെ പിന്നെ ഈ നമ്മുടെ ഈ സീരീസിന്റെ ഒരു സീൻസിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് നമ്മൾ സാധാരണ പറയാറില്ലേ, ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ മൊത്തം ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്നിലെ താലൂക്ക് ഓഫീസ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഇവിടെയൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതലും ഈ നമുക്ക് വീട്ടിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകുന്നൊരു സമയമുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചു, അതിനുശേഷം മൊത്തം റെസ്പോൺസിബിലിറ്റി എൻ്റെ ആയി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പണ്ട് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരെയാണ് കാണേണ്ടത്, എന്താണ് മറ്റേ ഇപ്പോൾ പറഞ്ഞ സോ കോൾഡ് ഭാഷകളുണ്ടല്ലോ, ഇപ്പോൾ അവരൊരു സപ്പോർട്ട് പറയും അതെ ഇതൊക്കെ എവിടെയാണ് വച്ചിരിക്കുന്നത്, എവിടെ പോയാണ് ഇത് എടുക്കേണ്ടത്, ഇത് ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ അറിയാം, അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുള്ള മിക്കവാറും ആൾക്കാർക്ക്, അത് കേരളത്തിൽ മാത്രമല്ല എവിടെയായാലും, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക്കലി റെസ്പോൺസിബിലിറ്റീസ് എന്തായാലും നമുക്ക് വരുമല്ലോ ഫ്യൂച്ചറിൽ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ മനസ്സിലാവും, സ്റ്റഡി ക്ലാസ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യമെങ്കിലും വല്ല മുനിസിപ്പാലിറ്റിയിലോ വില്ലേജ് ഓഫീസിലോ ഒക്കെ കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരു പേപ്പറായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അയ്യോ ഈ പേപ്പർ മാത്രം പോരാ, മറ്റേ അത് വേണം ഇത് വേണം എന്നൊക്കെ ആ പേപ്പറായിട്ട് വരുമ്പോൾ പറയും അയ്യോ ഇതും കൂടെ ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഓടിയിട്ടുള്ളവരായിരിക്കും എല്ലാവരും. താലൂക്ക് ഓഫീസ്, കോടതി, പോലീസ് സ്റ്റേഷൻ, ഇതിലൊക്കെ മനുഷ്യൻ ജന്മത്തിൽ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും സമയത്ത് പോകേണ്ടി വരും. ഇതിനകത്ത് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ നമ്മൾ കുറേ തവണ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് താലൂക്ക് ഓഫീസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അല്ല അത് ശരിക്കും നമ്മൾ എത്ര അഹങ്കാരം ഉണ്ടെങ്കിലും നമ്മുടെ അഹങ്കാരം എടുത്ത് മാറ്റി വെക്കണം, എന്നിട്ടേ അങ്ങോട്ട് കയറാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു ഇടമാണ്. എല്ലാ പേപ്പറും കൊണ്ടുപോകുമ്പോൾ അവസാനം വില്ലേജ് ഓഫീസർ ആണ്. അങ്ങനെ വന്നിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ. അല്ല ശരിക്കും ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് ഈ കാര്യം സംസാരിച്ചേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും വില്ലേജ് ഓഫീസിൽ പോയി അവിടെ കാര്യങ്ങൾ സാധിക്കുന്ന കാര്യം വീട്ടിൽ സംസാരിച്ച 4 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു എന്നുള്ളൊരു ഡയലോഗ് ഞാൻ കേട്ടതേ ഉള്ളൂ. ആൻഡ് ഷിയർ കോയിൻസിഡൻസ് ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ കാണുന്നത്. ഇതിനകത്ത് സിദ്ധാർത്ഥ് ശിവയുടെ ഒരു റോള് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. സിദ്ധാർത്ഥിനെ പോലെ ഒരു ഡയറക്ടർ, സച്ച് എ ടാലന്റഡ് പേഴ്സൺ, ആ ഒരു ക്യാരക്ടറിനെ വളരെ നല്ലതായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ സിദ്ധാർത്ഥിനെ മിസ് ചെയ്യാണ് ഇവിടെ. ആൻഡ് ഈവൻ നമ്മുടെ ഇപ്പം 2 സീനിൽ അഭിനയിച്ച റിലേറ്റീവ്ലി ന്യൂ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡെബ്യൂട്ടൻ്റ് ആക്ടേഴ്സ്, അവരൊക്കെ ഇപ്പം പ്രഭകുമാർ എന്ന് പറഞ്ഞൊരു ആൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട്. എന്ത് രസമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് അന്നാണ് ശശിയുടെ പിന്നെ സീനിയർ പുള്ളി പിന്നെ ആക്ടറാണല്ലോ. ഐ മീൻ നമ്മൾ ഒരുപാട് സിനിമകളിലും കണ്ടിട്ടുണ്ട്, പിന്നെ തിയേറ്ററൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രഭകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടും. അല്ലെങ്കിൽ ബെൻഷാറോ എന്ന് പറഞ്ഞ അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹം ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഐ മീൻ എനിക്ക് തോന്നുന്നത് ഈ വെബ് സീരീസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കുറേ കൂടി എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല വ്യൂവേഴ്സിന് ഒരു കണക്റ്റും കൂടി കിട്ടും. ഉറപ്പായിട്ടും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ എൻറ്റയർ സെറ്റ് വൈസ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു പ്ലേസ് ആണ്, ഒരു സെറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല. ആസ് എ ഫിലിം മേക്കർ ശ്രീകാന്തിനും ആസ് ആക്ടേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സ്പേസസ് അല്ലെങ്കിൽ പാർട്സ് എന്തായിരുന്നു? യോഴ്സ് ഓഫ് കോഴ്സ് 27 ടേക്സ് ആയിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് കുറേ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പെർമിഷൻ കിട്ടാനും ഒക്കെ ഉള്ളത് കിട്ടുമോ ഇല്ലയോ, നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ പുറത്ത് തന്നെ റിയൽ ലൊക്കേഷൻസിൽ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. കുറേ സമരവും കുറേ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഉള്ളത്.
അപ്പം അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം അത് നമ്മൾ ഷൂട്ടിന് തലേദിവസം ചിലപ്പോൾ കിട്ടില്ലായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഔട്ട്ഡോർ വന്ന കുറച്ച് ഇതാണ് നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സിനകത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ ഇതിന്റെ ഞാൻ ഞെട്ടിപ്പോയത് ഇതിന്റെ സെറ്റ് കണ്ടിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സെറ്റ് കാണുന്നത്. നമ്മളൊരു കൊല്ലത്ത് സ്കൂളിനെ എടുത്തിട്ട് അല്ലേ, കൊല്ലത്തെ സ്കൂളിലെടുത്തിട്ട് നമ്മളൊരു താലൂക്ക് ഓഫീസ്, അത് ഗംഭീര സെറ്റാണ്. നമ്മൾ കാണുമ്പോൾ സെറ്റാണെന്ന് തോന്നൂല, പക്ഷെ അത് അതിന്റെ ഒരു എന്താ ഒരു മറ്റേ ഒരു വലിയൊരു ഒരു ബാഹുബലി സെറ്റപ്പാണ് അത് മൊത്തത്തിൽ. താലൂക്ക് ഓഫീസേ ഒരു ക്യാരക്ടറാണ്. നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രതാപ് രവീന്ദ്രനാണ്, പിന്നെ ആർട്ട് ഡയറക്ടർ സതീഷ് നെല്ലായ. ഇവർ നമ്മൾ ഷൂട്ടിന് മുമ്പ് ഒരു മാസം മുമ്പ് ഇവരെ കാണുന്നില്ല. ഇവർ പോയി കൊല്ലത്തേക്ക്, ഞങ്ങൾ സെറ്റ് ഇടാമെന്ന് പറഞ്ഞ് പോയി. ഷൂട്ടിനൊരു 4-5 ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി കാണുന്നുണ്ട് എൻ്റെ ഓരോ സ്റ്റേജിലും, അല്ലെ ഫോട്ടോസ് അയച്ചു തരും. എന്നിട്ട് ഷൂട്ടിന് ഒരു 3 ദിവസം മുമ്പ് നമ്മളവിടെ ചെല്ലുമ്പം ആണ് നമ്മൾ സ്റ്റണ്ടായി പോകുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പക്ഷേ എന്നിട്ട് പുള്ളിക്ക് പ്രതാപേട്ടന് പോരാ, ഇത് പോരാ, ഞാൻ കുറച്ചും കൂടി ഇവിടെ കേട്ടട്ടെ, കുറച്ചുകൂടെ ലൈറ്റ്സ് ആഡ് ചെയ്യട്ടെ. ഇവരുടെ വീടാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു, സെറ്റിംഗ് നന്നായിട്ടുണ്ടായിരുന്നു. ഈ ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടി, അതായത് ഈ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ അതിനകത്ത് ട്രിക്കി പാർട്ട് ഇതാണ്. കള്ളനാണ്, പക്ഷെ എന്നാൽ നമുക്കൊരു ലൈക്കബിലിറ്റി ഉണ്ട്. ഒരു നമ്മൾ സ്ഥിരം ഇടപെടാത്ത ഒരു ഏരിയ, വല്ലപ്പോഴും ഒരിക്കൽ പോകുന്ന ഒരു ഓഫീസ് എൻവയൺമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടി റിസർച്ച് ചെയ്തിരുന്നോ, അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ തഹസിൽദാർ ഓഫീസോ വില്ലേജ് ഓഫീസിൽ പോയി കുത്തിയിരുന്നോ, എന്താണ് ചെയ്തത് സൈജു അതിന് വേണ്ടി? ഇല്ല, തന്നെയാണ് എനിക്ക് അങ്ങനെ അതിനുള്ളൊരു ടൈമും കിട്ടിയില്ല. ഇനിയിപ്പോൾ ടൈം കിട്ടിയിരുന്നെങ്കിലും ഞാൻ അതിനെപ്പറ്റി ഒന്നും ആക്ച്വലി ബോധമല്ല. ബിക്കോസ് ഐ കമ്മിറ്റ് ഫിലിംസ് ട്രസ്റ്റിംഗ് ദ ഡയറക്ടർ ആൻഡ് ദ റൈറ്റർ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ്യൂം ഇടുമ്പോൾ തൊട്ട് നമ്മൾ ആ ക്യാരക്ടറായി മാറുവാണ്. നമ്മുടെ 40% നമുക്ക് ആ കോസ്റ്റ്യൂമിൽ തന്നെ കിട്ടും. ഇപ്പോൾ കോസ്റ്റ്യൂം, ഇപ്പം മഹേന്ദ്രൻ്റെ കോസ്റ്റ്യൂം വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, അതൊരു വ്യത്യസ്തമായിട്ടുള്ള. ഇപ്പോൾ ഞാൻ വേറെ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കോട്ടൺ ഷർട്ടും ഒരു ജീൻസും ആയിരിക്കും വേഷം. അതിൻ്റെ അത് പ്രത്യേകിച്ച് ക്യാരക്ടറിലേക്ക് ഞാൻ കയറുന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സാധാരണ ഞാൻ ജനറലി ഇടുന്ന കോസ്റ്റ്യൂം ഇത് തന്നെയാണ്. പക്ഷേ ആ ലൊക്കേഷനിൽ ചെന്നിട്ട് അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലേക്ക് ഒരു ക്യാരക്ടർ വരും. അവിടെ ചെന്ന് നമ്മൾ സീൻ വായിച്ച് ഡയറക്ടറോ റൈറ്ററോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണെന്ന്. അല്ലാതെ എനിക്ക് ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെയാണ് താലൂക്ക് ഓഫീസിൽ 1-2 പ്രാവശ്യം താലൂക്ക് ഓഫീസിൽ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് പോകേണ്ടി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പോയിട്ട് ഞാൻ അവിടെ പോയി ഒബ്സർവ് ചെയ്ത് ഇവരെങ്ങനെയാണ് സംഭവം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു നോർമൽ ആളെ പോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു നോർമൽ ഐക്യു ഉണ്ടല്ലോ, ആ ഐക്യു എനിക്കും ഉണ്ട്. ആ ഐക്യു വെച്ചിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇയാൾ എന്താണ് ചെയ്യുന്നത്, ഇയാളെ കാണാൻ വേണ്ടി വരുന്ന ആളെന്താണ്, അയാൾ എന്താണ് പറയാൻ പോകുന്നത്, ഇയാളുടെ മാനസികാവസ്ഥ എന്താണ്, അപ്പം ഇയാൾ അത് ആലോചിച്ചിട്ട് എന്താണ് പറയുന്നത് എന്നൊക്കെയുള്ള വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ സ്ക്രിപ്റ്റിൽ. സോ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. മിയക്ക് എങ്ങനെയായിരുന്നു, ഏതായിരുന്നു ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ട്? ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെയും ഒരു പരിപാടി അങ്ങനെയാണ്. മേക്കപ്പ് ഒക്കെ ഇട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെയാവും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇവർക്ക് അത് രാഹുൽ ചേട്ടനും ശ്രീകാന്തിനും ആണെങ്കിലും ഇവർക്ക് 2 പേർക്കും അറിയാം എന്താ വേണ്ടത്, ഈ ക്യാരക്ടർ എന്തായിരിക്കും ചിന്തിച്ചത്. ഇവർ നല്ല നല്ല നീറ്റായിട്ട് പറഞ്ഞുതരും എന്താണ് ഈ ക്യാരക്ടർ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സീനിൽ എന്താ വേണ്ടത്, ഇന്നതായിരിക്കും ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ഇവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് നമ്മുടെ ക്യാരക്ടർ, ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് വേണ്ടതെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ റെഡി ആയിട്ട് അവരുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവർ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഞാനല്ലെങ്കിലും ഒത്തിരി പ്രിപ്പയർ ചെയ്ത് ഞാൻ പോകാറില്ല. കാരണം ഞാൻ ആലോചിച്ച് വെക്കുന്ന രീതിയിലല്ല ഇവരുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ അത് പിന്നെ മാച്ച് ആവാൻ പിന്നെ ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ സെറ്റിൽ പോയിട്ടാണ് പ്രിപ്പയർ ആവാറുള്ളത്. അതേപോലെ ഇവർ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് ചെയ്യാന്നുള്ളൊരു ടാസ്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ല. ആക്ച്വലി ഫണ്ണായിരുന്നു. ഒരു കാര്യം എനിക്ക് എടുത്തു പറയാൻ തോന്നിയത്, ഇവരുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ADs എല്ലാവരും ഇത്രയും എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള വൻ എനർജിയാണ്. ഇത്രയും മിടുക്കര ADs ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അതെ, നല്ല. അപ്പം ഭയങ്കര ഒരു ലൈഫുള്ള ഒരു എനർജി ഉള്ള ഒരു സെറ്റായിരുന്നു. എനിക്കിപ്പോഴും മിക്കവരുടെയും എന്താ പറയുക, പലരുടെയും പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന പലരെയും എനിക്കിപ്പോഴും സ്റ്റിൽ ഓർമ്മയുണ്ട്. കാരണം എല്ലാവരും നല്ല അടിപൊളി ടീമായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബൽരാജ് നമ്മുടെ ചീഫ് അസോസിയേറ്റ്, പിന്നെ ടോട്ടോ ഉണ്ട്, ആകാശ് ഉണ്ട്, ബിബിൻ ഉണ്ട്, ഷെറിൻ ഉണ്ട്, KP ഉണ്ട്. ഈ ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടി, താങ്ക് ഗോഡ്. അല്ല, ഇവരൊക്കെ പുറത്ത് വേറെ പടങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇവർക്ക് ഈ ടീമിലൂടെ പടം ചെയ്യുമ്പോൾ
കമ്മിങ് ബാക്ക് ടു ഹോം എന്നുള്ള ഫീലാണ്. അപ്പോൾ അത് ഭയങ്കര രസമാണ് എല്ലാവരും കൂടെ വരുമ്പോഴത്തുള്ള ഒരു ഫീൽ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരാളുടെയും കൂടെ പേര് ആഡ് ചെയ്യണം. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ടു ശ്രീകാന്ത്. നമ്മുടെ ഈ ലൊക്കേഷൻസിൻ്റെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു 24 വയസ്സുകാരനായ നമുക്കൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രണവ് പിള്ള രാഹുൽ റിജി നായരുടെ കസിനാണ്, പയ്യനാണ്. പക്ഷേ ആ പക്വത അല്ല അയക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴത്തേക്ക് 24 വയസ്സുകാരനായിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഇതൊക്കെ ഡീൽ ചെയ്യാൻ, അതായത് എൻ്റെ വേറൊരാളായിട്ട് മാറും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ സുഹാസിനി മാമിനെ ഡബിങ് ചെയ്തത് അതെങ്ങനെയാണ്? മാലപ്പാർവതി ചേച്ചിയാണ് ചെയ്തത്. അത് നമ്മൾ സുഹാസിനി മാമിൻ്റെ നോർമലി ഇവിടെ മലയാളത്തിൽ ആരൊക്കെ ചെയ്യുന്നതെന്ന് ഉള്ളൊരു എടുത്തിട്ട് നമ്മൾ 1-2 പേരെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, ഡബിങ് ആർട്ടിസ്റ്റുകളെ. അപ്പം നമുക്ക് സുഹാസിനി മാം അഭിനയിക്കുമ്പോഴത്തേക്കും ചെയ്യുന്ന ചില കാര്യങ്ങൾ വരുന്നില്ല, കുറച്ച് ഒരു ചേരായിക തോന്നിയിട്ട് നമ്മൾ ഒരു ആക്ടറിനെ തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പം ബൽരാജാണ് സജസ്റ്റ് ചെയ്ത് മാല പാർവതിയെ ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം മാല ചേച്ചി ചെയ്തപ്പം ഞാൻ ആക്ച്വലി ആ ഒരു 1 hour ലേറ്റായിട്ട് ചെയ്യുന്നത്. അപ്പം ചെയ്ത സീൻ 1-2 സീൻ മാലച്ചേച്ചി ചെയ്തിട്ടെന്തോ പോയി, ടെസ്റ്റ് ചെയ്തിട്ട് പോയി. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സുഹാസിനി മാം ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഫിക്സ് ചെയ്തത്. അപ്പം മാലച്ചേച്ചിയും ജെന്യുവിൻലി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. കാരണം സുഹാസിനി മാമിന് വേണ്ടി ഡബ് ചെയ്യുന്നത് അവർ ഭയങ്കര ഒരു, നമുക്ക് അറിയാമല്ലോ ആ മാമിൻ്റെ സ്റ്റാച്ചറിലുള്ളൊരു ആർട്ടിസ്റ്റിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇത് ശരിയാവണം, ഇത് ശരിയായിട്ടില്ല, ഒന്നും കൂടെ ചെയ്യാം, നമ്മൾ ഓക്കെ പറഞ്ഞാലും ഞാൻ നാളെ വന്നിട്ട് ഒന്നും കൂടെ ചെയ്യട്ടെ, ഇത് ചെയ്ത് വെച്ച് നിങ്ങൾ വന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് തീരും എന്ന് വിചാരിച്ച ഡബ്ബ് മാലച്ചേച്ചി ഒരു 6-7 ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. അത് അത്രയും കോൺസ്റ്റൻ്റ്ലി എഫേർട്ട് എടുത്തിരുന്നു. ശരിക്കും ആമയുടെ മുകളുടെ കഥ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് വെച്ചാൽ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് ആക്ടേഴ്സായിട്ട്. അപ്പോൾ ഇവരൊക്കെ മാനേജ് ചെയ്യാൻ എങ്ങനെയായിരുന്നു ശ്രീകാന്ത്? സിദ്ധാർത്ഥ് ശിവുണ്ട്, ജിയോ ബേബി ചേട്ടനുണ്ട്, രാഹുലേട്ടനുണ്ട്. ശരിക്കും ഡയറക്ടേഴ്സ് ആക്ടർ ആകുമ്പം കുഴപ്പമില്ല. ഡയറക്ടേഴ്സ് ആകുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കണോ? എങ്ങനെ? എന്റെ ആഗ്രഹം പറഞ്ഞേ, പുള്ളി റൈറ്ററാണ്. സഹിച്ചേട്ടൻ നമ്മളൊരു പടം എഴുതിയിട്ടുണ്ട്, കോറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ സഹിച്ചേട്ടനും ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടർ. ഒരു ആഗ്രഹം പറഞ്ഞതാണ് പുള്ളി ഡയറക്ടോറിയൽ അങ്ങനെ സംഭവിക്കട്ടെ. ആദ്യം ഇതൊന്ന് പച്ച പിടിക്കട്ടെ. ഇവരെല്ലാം ഡയറക്ടേഴ്സും ആണ്, ആക്ടിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കൊക്കെ പണിയാണ്. ഇവരൊക്കെ എഴുതിയിട്ട് ഒരു പറയും, വിളിച്ചിട്ട് പറയും ഇതിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ആണോ, പക്ഷെ അത് ഞാൻ ചെയ്യും. ഇതാണ് ഇവരുടെ പണി. അല്ല, ഡയറക്ടേഴ്സ് ആക്ടേഴ്സായിട്ട് വരുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു തലവേദനയില്ല. കാരണം ജോണി ആൻ്റണി ഡയറക്ടറാണ്, അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അവർക്കറിയാം, അവർ ഡയറക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റും എല്ലാം അറിയാം. അപ്പോൾ അവർ വളരെ നമ്മളെ കംഫർട്ടബിളാക്കി, എടാ ഇതിങ്ങനെയല്ലേ ചെയ്യേണ്ടത്, ഇതല്ലേ. പിന്നെ ജോണിച്ചാൻ്റെ കൂടെ ഞാൻ തോൽവി എന്ന് പറഞ്ഞ തോൽവി എസ് സി, ജോർജ് വരയുടെ തോൽവി എസ് സി എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു, നമുക്ക് ശരിക്കും ഇടയ്ക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടും, ഇത് എത്ര സീനും കൂടെ എത്ര ഷോട്ടും കൂടെ ഉണ്ട് ഈ സീനിനകത്തെന്നൊക്കെ. പക്ഷേ ജോണിച്ചാൻ അറിയാം, പുള്ളി എത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ജോണിച്ചാൻ വേണ്ട അതിനകത്തൊരു മിഡ് വരും, ഇനി 4 ഷോട്ടും കൂടി ഉള്ളൂ, അതിനകത്ത് 1/2 മണിക്കൂർ, ഇത് 2 മണിക്കൂർ തന്നെ വിടണം. ക്ലാരിറ്റി ഉണ്ട് പുള്ളിക്ക്. നമ്മൾ എണ്ണി നോക്കുമ്പോൾ ശരിയായിരിക്കും, 4 ഷോട്ടും കൂടെ ഉള്ളൂ. നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥി സ്പീക്കർ എന്ന സിനിമയിലും ജോണിച്ചേട്ടുണ്ട്. അപ്പോൾ പുള്ളി അവസാനം നീയൊക്കെ എന്താണ് ചെയ്യുന്നത് പുള്ളിക്കൊക്കെ അറിയാമല്ലോ, അപ്പോൾ എന്താ ചെയ്യണം നമ്മൾ അത് വളരെ തമാശയായിട്ട് പറഞ്ഞാണ്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ടൈം തന്നിട്ടാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്തിരിക്കുന്നത്. ജിയോ ചേട്ടനൊക്കെ ഇത്രയും നമുക്കൊക്കെ വെച്ച് ഇത്രയും വലിയ സിനിമ ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ സെറ്റിൽ വന്നിട്ട് മാറിയിരിക്കുകയാണ്. ജിയോ ചേട്ടൻ കസേര പോലും വേണ്ട പുള്ളിക്കൊന്നും. അങ്ങനെയാണ് പുള്ളി അത്രയും സിമ്പിളായിട്ട് നമ്മളെ അത്രയും കംഫർട്ടബിളായിട്ട് നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുള്ള രീതിയിലായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആണ് ജിയോയുടെ. ചേട്ടൻ്റെ റോൾ ഒരു ഇതുവരെ പുള്ളി അങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കുറച്ച് രസമുള്ള പരിപാടിയാണ്. എനിക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. അത് അങ്ങനത്തെ ഒരാൾ വേണം. അത് ഒരു കണ്ണിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജിയോ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പുള്ളി ഇതുവരെ ചെയ്യാത്ത, പുള്ളി എല്ലായിടത്തും എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടും എന്ന് നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത് മഹേന്ദ്രനെ ഒക്കെ ക്യാരക്ടറിന് എതിരെയൊക്കെ വരാവുന്നൊരു ക്യാരക്ടറാണ്.
അത് അല്ല നന്നായിട്ട് സൈജു ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടു നല്ല രസമായിട്ട് സൈജു ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വെറുതെ പറയല്ല, മുന്നിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രേസ് ചെയ്യല്ല, ശരിക്കും നല്ല രസമായിട്ടുണ്ട്. ഇതിനകത്ത് ഒരു എലിമെന്റ് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയത്, സഹിച്ചെന്നുള്ള ഏറ്റവും വലിയ ചലഞ്ച് ആ ക്യാരക്ടറിന് ശരിക്കും ലൈക്കബിലിറ്റി മിസ് ഔട്ട് ആവരുത്. കാരണം ഇതൊരു സീരീസ് ആണ്, ഇത് ലോങ് ഫോർമാറ്റ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് ഫർദർ സീസൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് ഇവന് ഇഷ്ടമല്ല എന്ന് ആൾക്കാർക്ക് കാണുന്നവർക്ക് തോന്നരുത്. അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോൾ പോയിന്റ് മിസ്സായി. അപ്പോൾ പക്ഷേ ഈ ക്യാരക്ടറിൻ്റെ പേരും വെച്ച് നമ്മൾ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതാണ് സഹിച്ചേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. നമുക്ക് ഈ ക്യാരക്ടറിന് എല്ലാ ഉടായ്പകളും നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഈ ക്യാരക്ടറിനോടുള്ള ലൈക്കബിലിറ്റി നഷ്ടപ്പെട്ടത് സൈച്ചേട്ടനോടുള്ള നമുക്ക് ഇഷ്ടം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മലയാളികൾക്കെല്ലാം സൈച്ചേട്ടനോടൊരു ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അത് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ അടുത്ത സീരീസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത എന്താ പറയാ സീസൺ Season two ആ? അല്ല, announce ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ തമ്മിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് റെഡിയാണ്. സ്ക്രിപ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടവർക്കൊക്കെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ മേ ബി ഇത് നമ്മുടെ സീസൺ 1 ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ 100% വിശ്വാസം. അക്സെപ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് അടുത്ത വർഷം ഒരു സീസൺ 2ലേക്ക് പോകാൻ പറ്റും. ഓ അടിപൊളി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു ക്യൂരിയോസിറ്റിയുടെ ബേസിസിൽ ഞാൻ ചോദിക്കുകയാണ്. ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് ഈ ക്രിയേറ്റഡ് ബൈയും ഡയറക്ഷനും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം രാഹുൽ ആണല്ലോ ക്രിയേറ്റഡ് ബൈ എന്നുള്ളൊരു അതെ, ഇതിൽ വരുന്നത്. രാഹുലേട്ടൻ്റെ ഷോ റണ്ണർ എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് രാഹുലേട്ടൻ്റെ സ്ക്രിപ്റ്റാണ് ഇത്. ആക്ച്വലി ഈ ഈ കഥ നടക്കുന്ന വേൾഡ് ബിൽഡ് ചെയ്യുന്നതാണ് ഒരു ഷോ റണ്ണറിൻ്റെ ജോലി. അപ്പം ഇത് എസ്പെഷ്യലി ഇതൊരു സീരീസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫർദർ സീസൺസും വരാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു അറീന ഫിക്സ് ചെയ്തെടുത്ത് അതിനകത്ത് അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടവും ആൾക്കാർക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഷോ റണ്ണറിൻ്റെ. ഇപ്പം പർട്ടിക്കുലർലി ഒരു ഷോ റണ്ണർ റൈറ്റർ ആവണമെന്നില്ല, പക്ഷെ നമ്മുടെ സീരീസിൽ രാഹുലേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റാണ് രാഹുലേട്ടൻ തന്നെ ഷോ റണ്ണറായിരിക്കുന്നത്. അപ്പം ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഓരോ ഷോട്ട് ബൈ അല്ലെങ്കിൽ സീനിനകത്തോട്ടുള്ള ഒരു ബ്രേക്കപ്പിലേക്ക് പോകുന്നില്ല, പക്ഷേ ഒരു ഓവറോൾ സൂപ്പർവൈസിങ് ക്രിയേറ്റീവ് സൂപ്പർവൈസിങ് ആണ് ഷോ റണ്ണർ ചെയ്യുന്നത്. ഇപ്പൊ സോണി ലെവലിൽ തന്നെ വേറൊരു ഷോ ഉണ്ടല്ലോ, അന്താക്ഷരി എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഞാൻ ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഈ വെബ് സീരീസും സിനിമയും നിങ്ങൾ രണ്ടുപേരുടെയും ശരിക്കും പറഞ്ഞാൽ വെബ് സീരീസ് ഡെബ്യൂ ആണല്ലോ, സിനിമയിൽ നിന്ന് വെബ് സീരീസിലേക്ക് വരികയാണ്. ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങൾ രണ്ടുപേരും? ബാക്കി രണ്ടുപേരും പ്രോസ് ആണ്, പക്ഷേ യു ഹാവ് ഞാൻ കേരള ക്രൈം ഫയൽസിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അഹമ്മദ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അസോസിയേറ്റ് ആക്കണമെങ്കിൽ ഒരു നിയമം പറയും. ആദ്യം എനിക്ക് റോൾ ഉണ്ടെങ്കിൽ ഞാൻ അസോസിയേറ്റഡ് വരുമെന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിലും ചെയ്യുമെന്ന് പറയും. അങ്ങനെയല്ല, ഞാൻ പ്രൊഫൈൽ വേഗം പിടിച്ചോളൂ, കാരണം ഇങ്ങനെയായിപ്പോയാൽ ശരിയാണ്. അങ്ങനെയല്ല, മിക്കപ്പോഴും ആർട്ടിസ്റ്റുകൾ എങ്ങാനും ഡേറ്റ് കൊണ്ടൊക്കെ മാറിപ്പോവോ അങ്ങനെ ഇല്ലാതെ Yes, how was the experience? Yeah, so before coming to my experience, നമ്മൾ ഒരു ഡയറക്ടറുടെയും കൂടെ പേര് പറയാൻ വിട്ടുപോയി, വിഷ്ണു ഗോവിന്ദ്. അയ്യോ ശരിയാ. വിഷ്ണു ഗോവിന്ദ് ഈസ് അനദർ ആക്ടർ ഡയറക്ടർ. ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കുന്നത്. ഈവൻ നമ്മുടെ ഉണ്ണിയപ്പം വെക്കാൻ വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസിൽ വരുന്ന അമ്മയുണ്ട്, ആ അമ്മയൊക്കെ എന്ത് രസമായിട്ടാണ് അഭിനയിച്ചത് അല്ലേ? സോ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, സോ സോണി ലിവിൻ്റെ എൻ്റെ ഒരു ആദ്യത്തെ ഇത് അന്താക്ഷരി എന്ന് പറഞ്ഞൊരു സിനിമ അതിൽ പ്രീമിയർ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു റിലേഷൻ തുടങ്ങുന്നത് സോണി ലിവുമായിട്ട്. സോ സോണി ലിവ് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു OTT ചാനലാണ്. സോണി ലിവിലാണ് സിനിമ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് ലെവൽ തന്നെ വേറെ എന്നുള്ളൊരു രീതിയാണ് നമുക്ക്. ആ സോണി ലിവിൻ്റെ ഡെഫിനറ്റ്ലി, അതായത് നമ്മുടെ പോസ്റ്ററിൻ്റെ കൂടെ അല്ലെങ്കിൽ ട്രെയിലറിൻ്റെ കൂടെ സോണി ലിവിൻ്റെ ആ ഒരു ലോഗോ വന്നാൽ അത് മൊത്തത്തിൽ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അന്താക്ഷരി നമ്മൾ സോണി ലിവിൽ ദേ ലൈക്ക് ദ മൂവി ആൻഡ് ദേ ആർ ഗോയിങ് ടു ബൈ ഇറ്റ് എന്ന് കേട്ടപ്പോഴത്തേക്കും നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമുക്ക് മലയാളികൾ ഒരുപാട് പേർക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ളൊരു OTT പ്ലാറ്റ്ഫോമാണ്. സോ അവർ ആദ്യമായിട്ട് ഒറിജിനൽ വെബ് സീരീസ് മലയാളത്തിൽ ഫസ്റ്റ് ഒറിജിനൽസ് ചെയ്യാൻ പോവാണ് വെബ് സീരീസ്. അതിൽ ഭാഗമാകുക എന്നുള്ളത് അതൊരു വൺ ലോട്ടറിയാണ് ആക്ച്വലി. ബിക്കോസ് ആൾക്കാർ ഡെഫിനറ്റ്ലി കാണും. ഐ മീൻ സോണി ലിവിൻ്റെ ഇപ്പം സെലക്ഷൻ ഓഫ് മൂവീസ് നമുക്കറിയാം. സോണി ലിവിൽ വന്നിരിക്കുന്ന എല്ലാ സിനിമകളും റിലീസിന് ശേഷമായിക്കോട്ടെ റിലീസിന് മുമ്പായിക്കോട്ടെ എല്ലാ സിനിമകളും ഒരു മിനിമം ഗ്യാരണ്ടി സിനിമകളാണ്. അതേപോലെ തന്നെ നമ്മുടെ വെബ് സീരീസും ഇപ്പം നമ്മൾ തന്നെ ഇത് മിനിമം ഗ്യാരണ്ടി എന്നും പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പോലും എന്താണ് ഇപ്പം ഉടനെ തന്നെ വരുന്നുണ്ടല്ലോ.
ആൾക്കാർ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. സോ സോണി ലീവ് എൻ്റെ എക്സ്പെക്റ്റേഷനിലേക്ക് ഞങ്ങളും എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിലൊരു വലിയ ഫാക്ടർ സോണിയുടെ ഇവിടെ കേരളത്തിലുള്ളൊരു ടീമുണ്ട്, കണ്ടന്റ് ടീം. അവർ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന ഇൻപുട്ട് ഭയങ്കരമാണ്. Yeah. അത് രാജേഷ് ഉണ്ട്, നമ്മുടെ സൂപ്പർവൈസിങ് പ്രൊഡ്യൂസർ, അനു, ദീപ, ഇവരൊക്കെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ സ്ക്രിപ്റ്റ് അവർ എഗെയിൻ ആൻഡ് എഗെയിൻ അവരുടെ സൈഡിൽ നിന്ന് ഗോ ത്രൂ ചെയ്ത് സജഷൻസ് തരുന്ന ആളാണ്. ഇത് രാജേഷ് എസ്പെഷ്യലി ഇപ്പോഴും രാജേഷ് നമ്മളോട് ഇതെങ്ങനെ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ആക്കാം എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കുകയും തലവകയും അല്ല, അതൊരു ശരിക്കും ഭയങ്കര ഒരു വെൽ നെറ്റ്വർക്ക്ഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. പക്ഷെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഓ, എന്താണ് ഡിഫറൻസ് എന്നുള്ളതല്ലേ? അല്ല, വെബ് സീരീസ് ആണോ ഇഷ്ടം, സിനിമയാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചാൽ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ 10 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ, ടെലിഫിലിം ആയിക്കോട്ടെ, എന്താണ് സിനിമ ആയിക്കോട്ടെ, വെബ് സീരീസ് ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞാൻ എല്ലാത്തിലും ഭാഗമായിട്ടുണ്ട്. ഈവൻ ടെലിഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ വെബ് സീരീസിൽ അഭിനയിച്ചു. എല്ലാം അഭിനയം തന്നെയാണല്ലോ. ഇതിൻ്റെ അകത്ത് ക്യാമറ യൂസ് ചെയ്യുന്നത് മാത്രം. അത് നമ്മുടെ ഇപ്പോൾ ഷോർട്ട് ഫിലിമിന് അത്രയും ബഡ്ജറ്റ് കാണില്ല. ഓക്കെ, നാച്ചുറലി ചെറിയൊരു ബഡ്ജറ്റിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്താണ് പഴയ ക്യാമറയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്ഡേറ്റഡ് ഭയങ്കര എന്താണ് വാടക വരുന്ന ക്യാമറ ഒന്നും യൂസ് ചെയ്യില്ല. ഒരു സിനിമയോ വെബ് സീരീസോ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടുതലാണ്. സോ വി ക്യാൻ ഹയർ ബിഗ് ക്യാമറാസ്, ദ ലേറ്റസ്റ്റ് വൺ. അപ്പം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളിപ്പം ഷോർട്ട് ഫിലിമിലാണ് അഭിനയിക്കുന്നത്, അപ്പം നമുക്ക് കുറച്ച് അഭിനയിക്കാം. ഷോർട്ട് ഫിലിമിൽ 27 ടേക്ക് എടുക്കാൻ പറ്റില്ല. അല്ല, അതെല്ലാം ഓക്കെ സോ അഭിനയത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മൾ അതേ ആത്മാർത്ഥത്തോടു കൂടി തന്നെയാണ് ഡയലോഗ് തെറ്റിക്കുന്നതും ഡയലോഗ് ശരിക്കും പറയുന്നതും ഒക്കെ. അതല്ല കേൾക്കാൻ ആഗ്രഹിച്ചത്. മീക്ക് എങ്ങനെയായിരുന്നു? അതെ, ഈ പറഞ്ഞ പോലെ അഭിനയം കുറയ്ക്കാൻ പറ്റില്ലല്ലോ. ഇതനുസരിച്ച് പ്ലാറ്റ്ഫോം അനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇത് കാണുന്ന ആൾക്കാർ ഈ കൊച്ചെന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നല്ലേ പറയുള്ളൂ. ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇത് ഷോർട്ട് ഫിലിമാണ് അതുകൊണ്ട് അത്രയും സീരീസ് അങ്ങനെയൊന്നും അല്ലല്ലോ ചിന്തിക്കുന്നത്. നമ്മുടെ മോൻ നോക്കി ഇത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നല്ലേ പറയുള്ളൂ. അപ്പം അത് പറയിപ്പിക്കരുത് എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ളൊരു അജണ്ട. അപ്പോൾ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീസൻ്റ് ആയിട്ട് അന്നേരത്തെ യുക്തി പോലെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മളുടെ ഒരു ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചേട്ടൻ ലിസ്റ്റ് എടുത്ത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പോലെ സീരിയലും സിനിമയും എല്ലാം ഞാനും ചെയ്തിട്ടുണ്ട്. പറഞ്ഞപ്പോഴാണ് എനിക്ക് ചെയ്തിട്ടുണ്ടോ? ആ ടെലിഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ടെലിഫിലിം അങ്ങനെ അധികം ആൾക്കാർ ചെയ്തിട്ടില്ല, അതാണ് ഞാൻ അധികം ഇല്ലല്ലോ. അപ്പോൾ ഞാനും ഫസ്റ്റ് തുടങ്ങിയ സീരിയലിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയാണല്ലോ, ഷോർട്ട് ഫിലിം അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ അതേ ഒരു രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു നമ്മുടെ സോണി ലിവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ എനിക്ക് ഇതിൻ്റെ കോൾ വന്നപ്പോഴേ ടീം ഫുൾ സെറ്റായിട്ട് സോണി ലിവിലാണ് വരുന്നത്. അങ്ങനെ ഫുൾ ഇൻഫർമേഷൻ ആയിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഇത് വന്നത്. കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പാടുണ്ടായിരുന്നു ചോദിച്ചില്ല. അതായത് സോണി ലിവ് എന്നുള്ള ബ്രാൻഡ് നെയിം നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഇത് സോണി ലിവിന് വേണ്ടി ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കാം പറയും. അല്ലാതെ നമ്മൾ നോർമലി വിളിക്കുന്ന പോലെ അല്ല. കാരണം അതൊരു നാഷണൽ ലെവൽ OTT പ്ലാറ്റ്ഫോം ആയത് കാരണം നമുക്ക് ഈ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ ഓക്കെ അതൊരു ഡീസൻറ്റ് വർക്ക് ആയിരിക്കും, ഇതിന് ഒരു പ്രോപ്പർ റിലീസ് ഉണ്ടാവും, അങ്ങനത്തെയൊക്കെ ഒരു വിശ്വാസം ആ ഒരു പേരിനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടുവാണ്. പിന്നെ ബാക്കി നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ വർക്ക് പാറ്റേൺ ഒക്കെ ആണെങ്കിലും വർക്ക് പാറ്റേൺ എന്താ പറയുക കുറച്ചും കൂടി ഒരു കോർപ്പറേറ്റ് ലെവൽ സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നത്. നിങ്ങൾക്കൊരു ലൈക്ക് ഒരു അങ്ങനല്ല, നമ്മുടെ ഡെഡ്ലൈൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് ഇന്ന ദിവസം ശരിക്കും നമുക്ക് നോർമൽ സിനിമയിൽ മലയാള സിനിമയിൽ നമുക്കില്ലാത്തൊരു സിസ്റ്റം സോണി ലിവിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. കാരണം നമുക്ക് ഇന്ന് എന്തൊക്കെ സീൻ ഷൂട്ട് ചെയ്യും, ഇന്നത്തെ എന്തൊക്കെ പെൻഡിങ് വന്നു, അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഡെയിലി ഷൂട്ട് ചെയ്ത സീൻസിൻ്റെ ഒരു റഫ് കട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. അത് പക്ഷേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം കേരളത്തിലെ കണ്ടന്റ് ടീമാണ് ഇത് കാണുന്നത്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റീഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ആ ലൊക്കേഷനിൽ നിന്ന് മാറുന്നതിന് മുമ്പ് റീഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് വെബ് സീരീസ് പേഴ്സണലി ആസ് എ വ്യൂവർ എനിക്ക് തോന്നുന്നത് ഓരോ ക്യാരക്ടറിനെയും ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ആർക്ക് ഉണ്ടാക്കാനും അത് അവിടെ വരെ എത്തിക്കാനുമുള്ള ടൈമുണ്ട്, സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു സ്പേസ് ഒരു പക്ഷേ നമുക്ക് തിയേറ്ററിൽ ഒരു സിനിമയിൽ ഉണ്ടാവില്ല. കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ, നിങ്ങളെല്ലാവരും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു മസ്റ്റ് വാച്ച് സീൻ അല്ലെങ്കിൽ ഒരു യു മസ്റ്റ് വാച്ച് ദിസ് ഫോർ ഈ ഒരു കാരണവശാൽ നിങ്ങൾ കാണണം എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്തായിരിക്കും? സോ ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം ഈച്ച് ഓഫ് യു. ശ്രീകാന്ത്, സ്റ്റാർട്ട് വിത്ത് യു. സൈജു കുറുപ്പ് എന്നുള്ള ആക്ടറിൻ്റെ ഒരു അതിമനോഹരമായ
ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി ഈ സീരീസ് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അനന്ത് ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. കാരണം കോപ്പി പേസ്റ്റ് പറ്റില്ല. Copy ഓ, സ്വന്തമായിട്ട് പറ. അത് ഈ റൈറ്ററൊക്കെ ഇത്രയൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കും. അത് പറയണ്ടായിരുന്നു. അതെ, വെറുതെ ഇതിനാണ്. ആദ്യത്തെ ഇന്റർവ്യൂ ഒന്നും അല്ലല്ലോ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2 സീനുകളേ ഉള്ളൂ. അപ്പോൾ ആ സീനുകൾക്ക് വേണ്ടി ആൾക്കാർക്ക് അല്ല വേറെ എന്താ പറയാ. അല്ല, ഇത് മൊത്തത്തിൽ ഞാനത് ഇപ്പം സോണി ലിവിന് വേണ്ടി ഇപ്പം ആദ്യം ചെയ്ത ഇതാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ടൊരു വെബ് സീരീസ് ചെയ്തു. അതിൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല, ഇപ്പോൾ അത് ഒന്നും പുറത്ത് വന്നിട്ടില്ല അത്. അപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, സീരീസും സിനിമയും ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും എന്നെ ആൾക്കാർ കൂടുതൽ അറിയുന്നത് ഇതേപോലെ ഷോർട്ട് ഫിലിംസും സിനിമയാണ്, അല്ല വെബ് സീരീസും കണ്ടിട്ടാണ്. ഞാൻ ഒരു 15 സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കാലം കൂടുതൽ ആൾക്കാർ അറിയുന്നത് ഈ പറയുന്ന പോലെ വെബ് സീരീസോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസോ ഒക്കെ കണ്ടിട്ടാണ്. അപ്പം എല്ലാ പ്ലാറ്റ്ഫോമിനും അതിൻ്റെതായിട്ടുള്ള റീച്ചുണ്ട്. പ്രത്യേകിച്ച് സോണി ലിവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ അതിൻ്റെ ഒരു മലയാളത്തിലെ സിനിമയുടെ ലിസ്റ്റും ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, അതിൻ്റെ ക്വാളിറ്റി അറിയാം. അപ്പോൾ അങ്ങനൊരു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൊരു ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് വരുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ടീമിൻ്റെ എഫേർട്ടിന് വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ വലിയൊരു സെറ്റ് വർക്ക്, ആ സാധനം, ആ ഒരു മൊത്തത്തിലുള്ളൊരു ആംബിയൻസിന് വേണ്ടിയിട്ടും ഒക്കെ കാണാൻ എല്ലാവർക്കും മടുക്കത്തില്ല എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് അതിൻ്റെ പേസാണ്. നമുക്ക് ഒരിടത്തും നമ്മൾ കണ്ണെടുക്കുന്നില്ല. നല്ല സ്പീഡിലും നല്ല പേസിലും നല്ലൊരു ഹ്യൂമർ അണ്ടർലേയിലൂടെയാണ് ആ സ്റ്റോറി നമ്മൾ ട്രെയിലർ റിലീസായി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ട്രെയിലർ നല്ല റെസ്പോൺസ് ആയിരുന്നു. ട്രെയിലറിന് എനിക്ക് വന്ന മെസ്സേജസ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു ഐ ക്യാൻഡി, കാണാൻ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. അതിനകത്ത് ഏറ്റവും ക്രെഡിറ്റഡ് ആവുന്നത് നമ്മുടെ സിനിമാറ്റോഗ്രാഫറാണ് പ്രശാന്ത് രവീന്ദ്രൻ. കാരണം അദ്ദേഹത്തോട് ഞാൻ വളരെ വളരെ മിനിമലായിട്ടുള്ള സജഷൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അദ്ദേഹം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, മലയാള സിനിമയിൽ 10-15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ആർട്ടും പറയും, നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കാണുന്നു അത് തന്നെയാണ് സ്ക്രീനിലും കാണാൻ പറ്റും. നമുക്ക് സ്ക്രീനിൽ കാണുന്ന അതേപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ആർട്ട് വർക്ക് ഭയങ്കര രസമാണ്. സോ ബേസിക്കലി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കും ആസ് എ ഡയറക്ടർ. മിയ, എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്, നമുക്ക് എല്ലാവർക്കും ഈ താലൂക്ക് ഓഫീസ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനെ നമ്മൾ സിനിമയിലോ ഒരു പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ അതിനെ ഒരു സെൻറ്റർ ക്യാരക്ടർ പോലെ പ്രസൻറ്റ് ചെയ്ത് നമ്മളൊരു താലൂക്ക് ഓഫീസിനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിലെന്തായിരിക്കും നടക്കുന്നത്, അതിനകത്തെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, ആ ഓഫീസ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഉള്ളതൊന്നും നമ്മളൊരു സ്ക്രീനിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ, എന്നാൽ അതിനകത്ത് സറ്റയറുണ്ട്, ഫണ്ണുണ്ട്, അതിനകത്തെ സീരിയസ്നെസ് കാര്യങ്ങളുണ്ട്, അത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ട് ശീലമില്ല. അത് നമ്മൾ ഈ ഒരു ജയ് മഹേന്ദ്രൻ്റെ അകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അബ്സല്യൂട്ട്ലി യെസ് സർ. നമ്മളൊരു 3D പടമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ക്രീനിൽ ആ പ്ലേസിലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അതേപോലെ ഈ താലൂക്ക് ഓഫീസിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെയാണ് അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ എഫക്ട്സ് കൊടുത്തിരിക്കുന്നതൊക്കെ. ഈ ഒരു പുറത്തൊരു കാറ്റുണ്ടെങ്കിലും ആ കാറ്റുള്ളിലേക്ക് നമുക്ക് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, പക്ഷേ അതുപോലും അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്. എൻ്റെ ഷ്രൂഡ്നെസ് കാണിക്കുന്ന ഏതൊക്കെ സീൻസ് ഉണ്ടോ, മോസ്റ്റ്ലി എല്ലാ സീൻസിലും ഉണ്ട്. ആ സീൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാ ആക്ടേഴ്സും ഈ നമ്മൾ പാസ് ചെയ്യുന്ന കുറേ, ഇപ്പോൾ താലൂക്ക് ഓഫീസിൽ എപ്പോഴും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുമല്ലോ. അതൊക്കെ ബിബിനൊക്കെയാണ് മെയിനായിട്ട് ഈ പാസിങ്ങിൻ്റെ ആൾക്കാരെയൊക്കെ വിട്ടുകൊണ്ടിരുന്നത്. അത് കറക്റ്റ് ടൈമിലിങ്, അതായത് ഈ ഒരു ആക്ടർ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓവർലാപ്പ് വരാൻ പറ്റില്ല. അതൊക്കെ സാധാരണ ഒരു സാധനമാണ് കേട്ടോ, എല്ലാ സിനിമയിലും ഫോളോ ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ പറയണത് ആ ഒരു ആംബിയൻസ് മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു എന്താണ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയ ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിത് എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പം ഇത് ശരിയായി, പക്ഷേ പാസിങ് പ്രശ്നമായി എന്നൊക്കെ വരുമ്പോഴത്തേക്കുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. പക്ഷേ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടില്ല. മെയിൻലി ഞാൻ കാരണമാണ് കൂടുതൽ റീടേക്സ്. അതിപ്പം ഞാൻ അഭിനയിക്കുന്ന സിനിമകളിൽ അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. ചിലപ്പോഴൊക്കെ എനിക്ക് മിയയുടെ സജഷനിൽ എൻ്റെ ഷോട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഡയലോഗ് തെറ്റിച്ചാണ് അതിന് മുമ്പേ. അപ്പം മിയയുടെ മുഖത്തൊരു ഇങ്ങനെ പുച്ഛമല്ല, എന്ന് വെച്ചാൽ ഞാൻ തെറ്റിക്കുന്നുള്ളൊരു ചിരിയുണ്ടല്ലോ അതിൻ്റെ മുമ്പത്തെ. ഞാൻ പല പ്രാവശ്യം അത് നോട്ടീസ് ചെയ്തിട്ട് ഞാനപ്പോൾ ഒരു പ്രാവശ്യം ബിയെടൊക്കെ പറഞ്ഞു, ബിയെ നിങ്ങളിങ്ങനെ ചിരിക്കല്ലേ കേട്ടോ.
നിങ്ങൾ ഇതിനു മുമ്പ് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? നമ്മൾ ഞങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഇത്രയും കോമ്പിനേഷൻസ് ഒക്കെ വരുന്നത് ഈ ഒരു സീരീസിലാണ്, ജയ് മഹേന്ദ്രനിൽ. ആനന്ദമായിട്ടുള്ള ഒരു സീനുണ്ട്, അതിനകത്ത് അമിത് മോഹനും ഉണ്ട്. അപ്പോൾ അമിത്തിനെ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അമിത് ഭയങ്കര ടൈമിങ്. അപ്പോൾ അമിത് ഇപ്പോൾ വാഴയിലൊക്കെ അഭിനയിച്ചപ്പോൾ പോപ്പുലറായി. അന്ന് അമിതിനെ എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവരുടെ ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താണ്. ഭയങ്കര ആ സീൻ ഭയങ്കര രസമുള്ളൊരു സീനാണ്. പിന്നെ മിയായിട്ട് ഞാൻ സ്കാനിങ് സെന്ററിൽ പോകുന്നുണ്ട്, അത് ഓർമ്മയില്ലേ? അപ്പം ആ സീനൊക്കെ ഭയങ്കര രസമുള്ള സീൻസ്. അതിനെല്ലാം കഴിഞ്ഞ് കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ഒന്ന് ചാഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതെ അതെ, വെരി നൈസ്ലി ഡൺ. നമ്മളിപ്പോൾ 3rd എപ്പിസോഡൊക്കെ കഴിഞ്ഞ് 4th എപ്പിസോഡ് 5th എപ്പിസോഡിലൊക്കെ ഇയാളുടെ ഒരു സർവൈവലിൻ്റെ ഒരു സാധനമുണ്ട്. ഈ സർവൈവലൊക്കെ ഭയങ്കര രസമായിട്ടാണ്, അത് കുറേ ഇവർ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും രാഹുലേട്ടൻ്റെ ഇന്നത്തെ ഒരു ബേസിക് ത്രെഡ് രാഹുലേട്ടൻ്റെ ലൈഫിലെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇവൻറ്റിൽ നിന്ന് ഡെവലപ്പ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്യസന്ധത ഇതിൻ്റെ ആ ഒരു കഥയിലെ ആ ഒരു ലൈനിലുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് കോമഡിയും സറ്റയറും എല്ലാം നമ്മൾ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടെല്ലാം ഉണ്ട്. പക്ഷേ ആ എലമെന്റ് അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് അത് വളരെ ട്രൂത്ത്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കുറേ പോർഷൻസ് നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയി നിന്ന് വാച്ച് ചെയ്യുമ്പോൾ കാണുന്ന കുറേ സാധനങ്ങൾ, അങ്ങനത്തെ ഒരു വ്യൂവും കൂടെ നമുക്ക് കിട്ടും. അവിടെ പോയി നിന്ന് നോക്കുമ്പോൾ പല കാര്യങ്ങൾ കാണുമല്ലോ, അതിൻ്റെ ഒരു സാധനം കൂടെ അതിൻ്റെ അകത്ത് കിട്ടും. നമ്മൾ അതിൻ്റെ അകത്താണെന്ന് തോന്നും. സോ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി എ ഹോൾ ന്യൂ എക്സ്പീരിയൻസ്. ഒരു വെബ് സീരീസ് എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു കണക്റ്റും ഉണ്ട്, എന്നാൽ തന്നെ ഹ്യൂമറും ഉണ്ട്, നമ്മൾ കാണുന്ന ചുറ്റുവട്ടത്ത് കാണുന്ന കഥാപാത്രങ്ങളും ഉണ്ട്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് നിങ്ങളെല്ലാവരും കാണുക. ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൺ സോണി ലിവ് ആൻഡ് ജയ മഹേന്ദ്രൻ എന്നാണ് സീരീസിൻ്റെ പേര്. നമ്മുടെ സൈജു, മിയ, ഓൾ ഓഫ് ദെം ഇൻ ദ സീരീസ്. സോ പ്ലീസ് വാച്ച്. താങ്ക് യു. താങ്ക് യു. Bye.